ക്യാപ്റ്റൻ ബോയ് ആൻഡ് ഗേൾ, ഫൈനാൻസ് സെക്രട്ടറി ബോയ് ആൻഡ് ഗേൾ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് മത്സരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്കായി റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മുടെ മോഡൽ ഹൈസ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ അതിനുള്ള ക്യൂവും തിരക്കൊക്കെയാണ് നിങ്ങളുടെ ബാക്കിൽ കാണുന്നത്. സോ നമ്മുടെ മോഡൽ ഹൈസ്കൂളിൻ്റെ മെയിൻ ബ്ലോക്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ലൈബ്രറി സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ സ്റ്റുഡൻസും ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ അവരുടെ വോട്ടിംഗ് നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ഇനി നമ്മൾ നമ്മുടെ വോട്ടിംഗ് സെക്ഷൻ്റെ ആ ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം മോഡൽ ഹൈസ്കൂളിലെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാം. EVM, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഈ ഒരു കൊല്ലം മോഡൽ ഹൈസ്കൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മറ്റ് സ്കൂളുകളിലൊന്നും അധികം കാണാത്തൊരു സംവിധാനമായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഉള്ള ഒരു കാര്യമാണ്. മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പരമായിട്ടുള്ള വികസനത്തിന് മോഡൽ ഹൈസ്കൂൾ മുന്നോട്ടുള്ള അവരുടെ ചലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് EVM എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഈ വർഷം പാർലമെൻറ്റ് ഇലക്ഷന് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റു സ്കൂളിൽ കാണാത്തൊരു സംവിധാനം EVM എന്ന നിലയിൽ നമ്മുടെ മോഡൽ ഹൈസ്കൂളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി സാധാരണ ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് IT സംബന്ധമായ ധാരാളം സബ്ജക്റ്റുകൾ അവർക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ATL ലാബുണ്ട്. AI സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പുതിയൊരു അനുഭവം ഉണ്ടാക്കിക്കൂടാ എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊരു മൊബൈൽ ആപ്പ് ഉണ്ട് എന്നുള്ളതും അത് നമുക്ക് മറ്റ് പേപ്പറുകളോ പോലെയുള്ള കാര്യങ്ങളെല്ലാം അത് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സംവിധാനത്തിൽ കുട്ടികൾക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ EVM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് അവർക്കൊരു പുതിയൊരു അനുഭവവും നാളെ മേലാൽ അവർക്ക് 18 വയസ്സ് തികയുന്ന സമയത്ത് അവർക്ക് കൃത്യമായ ഒരു EVM വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യുമ്പോൾ ഇതൊരു ചെയ്തത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് ലഭിക്കുക, വിദ്യാർത്ഥികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പരിചയം ഉണ്ടാക്കുക, അതേപോലെ തന്നെ നമുക്ക് പേപ്പർലെസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പോൾ ഇങ്ങനെയും ഇതുപോലെയുള്ള സംവിധാനം ടെക്നോളജികളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള മറ്റ് പല നൂതന വിദ്യകളോ മറ്റുള്ള കാര്യങ്ങളോ അവർക്ക് കൂടി പരിചയപ്പെടുത്തുക, കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്ന ലക്ഷ്യം കൊണ്ടൊക്കെയാണ് ഈ വീഡിയോ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ് ബോയ്സ്. അപ്പോൾ അതിൻ്റെ തന്നെ ചോദിച്ചറിയാം. എൻ്റെ സിമ്പിള് ബ്ലാക്ക് ബോർഡാണ്. ഞാൻ ഹെഡ് ബോയ് എൻ്റെ പേര് ജെറ്റി വിൽസൺ. ഞാൻ ഹെഡ് ബോയ് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് പിന്നെ പെൻസിലാണ്. ജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എൻ്റെ ഓപ്പോസിറ്റിൽ രണ്ടുപേരും ഇതിനു മുമ്പും അസിസ്റ്റൻറ്റ് ഹെഡ് ബോയ് ആയിട്ടും ഉറപ്പില്ല. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് നിങ്ങളുടെയൊക്കെ ചിഹ്നം ഏതാ? എൻ്റെ ടോപ്സ്, എൻ്റെ കലണ്ട്, ബട്ടർഫ്ലൈ. അപ്പോൾ ഇതാണ് അസിസ്റ്റന്റ് ഹെഡ് ബോയ്സ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചാൽ എൻ്റെ പേര് അബ്ദുൽ ഹക്കീം. എൻ്റെ ചിഹ്നം അംബ്രല്ല. എനിക്ക് എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യത്തിന് ടെൻഷനുണ്ട്, പിന്നെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്, ജയിക്കുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞാൻ എൻ്റെ ചിഹ്നം ഫുട്ബോളാണ്. എനിക്ക് വിജയസാധ്യത കുറവാണ്, ജയിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് അമൻ. ചിഹ്നം കമ്പ്യൂട്ടറാണ്. ജയിക്കുമെന്ന് അറിയില്ല, കോൺഫിഡൻസ് കുറവാണ്. നോക്കാം. ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് ഹെഡ്. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് അഫീഫ്. ഞാൻ
പ്രതീക്ഷയൊന്നുമില്ല. ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണ് സ്പോർട്സിൻ്റെയും ആർട്സിൻ്റെയും ക്യാപ്റ്റൻസ്. അപ്പോൾ ഇവരെ കൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ഫർഹാനേശ്വരി. ഞാൻ 9th B പഠിക്കുന്നു. സ്പോർട്സ് ക്യാപ്റ്റനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ചിഹ്നം വന്നിട്ട് കൈറ്റാണ്. ചെടിയുണ്ട്, ഒന്നും പറയാനില്ല എനിക്ക്. എൻ്റെ പേര് അനീഷ. ഞാൻ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. സ്പോർട്സ് ക്യാപ്റ്റനായിട്ട് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. സ്പോർട്സ് ക്യാപ്റ്റനായിട്ട് ഞാൻ പേരുണ്ട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അത്യാവശ്യം കോൺഫിഡൻസ്. എൻ്റെ പേര് ലീന ഫാത്തിമ. ഞാൻ 9th B പഠിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ആർട്സ് ക്യാപ്റ്റനുകളായി ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താവുമെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. എന്താ നടക്കുമെന്ന് അറിയില്ല. എൻ്റെ പേര് അസ്ന. ഞാൻ 9th Aയിലാണ് പഠിക്കുന്നത്. ഞാൻ ആർട്സിൻ്റെ ബെസ്റ്റ് ക്യാപ്റ്റനായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ സിമ്പിൾ വന്നിട്ട് വാട്ടർ സ്പോർട്സാണ്. അപ്പോൾ ആര് ജയിക്കുന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളിവിടെ ക്യൂരിയസ് ആണ്. ആര് ജയിക്കുന്നു. എൻ്റെ പേര് ഹെൻ ഫാത്തിമ. ഞാൻ 9th പഠിക്കുന്നത്. ആർട്സ് ക്യാപ്റ്റനായി നിൽക്കുന്നു. ചെറിയൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ ചിഹ്നം ഗ്ലോബാണ്. ആര് ജയിക്കുന്നൊന്നും അറിയില്ല, എന്നാലും ചെറിയ പ്രതീക്ഷ. അത്ര മതി. ഇതാണ് നമ്മുടെ സ്പോർട്സ് ക്യാപ്റ്റൻ ബോയ്സ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ക്ലിയർ അല്ല. എൻ്റെ പേര് മുഹമ്മദ് ജസീം. എൻ്റെ ചിഹ്നം ബാഗാണ്. എനിക്ക് ജയിക്കുമെന്ന് അറിയില്ല. എൻ്റെ പേര് അൽഹാലിബ്. എൻ്റെ ചിഹ്നം അലമാരയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് തൂക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മോഡൽ ഹൈസ്കൂളിൽ ഇന്നത്തെ പാർലമെന്റ് ഇലക്ഷൻ മോഡൽ ഹൈസ്കൂളിനെ സംബന്ധിച്ച് വളരെ മാതൃകാപരമാണ്. മറ്റ് സ്ഥാപനങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ആഹ്ലാദകരമായ ഒരു ദിനമാണ്. നാളെ ഭാവിയിലേക്കുള്ള ഒരു ജനാധിപത്യ രീതി അവരെന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. എല്ലാ കുട്ടികളും വോട്ട് ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. എനിക്ക് ഈ ഇന്നത്തെ ഇലക്ഷനിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും നല്ല മതിപ്പാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ഓരോരുത്തരും അവരുടെ വിജയസാധ്യത മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. കുട്ടികൾ ഇതിലൂടെ നല്ല പൗരന്മാരായി വളരുന്നു, ജനാധിപത്യ രീതി പഠിക്കുന്നു. പാലക്കാട് പേഴുങ്കര മോഡൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നവ്യാനുഭവമായി EVM ആപ്പിലൂടെയാണ് വോട്ടിംഗ് നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയാണ് വോട്ടിംഗ് നടത്തിയത്. സ്കൂൾ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, അസിസ്റ്റന്റ് ഹെഡ് ബോയ്, അസിസ്റ്റന്റ് ഹെഡ് ഗേൾ, ഫൈൻ ആർട്സ് സെക്രട്ടറി ബോയ്, ഫൈൻ ആർട്സ് സെക്രട്ടറി ഗേൾ, സ്പോർട്സ് ക്യാപ്റ്റൻ ബോയ്, സ്പോർട്സ് ക്യാപ്റ്റൻ ഗേൾ തുടങ്ങി 8 പോസ്റ്റുകളിലേക്കാണ് വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടത്തിയത്. 25 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചിഹ്നം അനുവദിച്ചു കൊടുത്ത് ആവശ്യമായ പ്രചരണവും നടത്തുകയുണ്ടായി. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൃത്യമായി പോളിംഗ് ബൂത്ത് സംവിധാനിക്കുകയും കുട്ടികളിൽ നിന്ന് തന്നെ പ്രൊസീഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസേഴ്സ് എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രാവിലെ 9:30 തുടങ്ങിയ പോളിംഗ് വൈകുന്നേരം 4 മണിക്ക് അവസാനിച്ചു. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ DM ഷെരീഫ്, പ്രിൻസിപ്പൽ പുഷ്പരാജ്, വൈസ് പ്രിൻസിപ്പൽ ബഷീർ PM, അധ്യാപകരായ ശരണ്യ, ഷമീം ബാനു, സരിത, നുസൈബ, സാജിദ, ശുഭ, പ്രീത, ആബിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർ M സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. ശരി, 18 വയസ്സ് എന്ന് പറഞ്ഞാൽ 2025 ജനുവരി 1-ാം തീയതി 18 വയസ്സ് തികഞ്ഞ ആർക്കും എന്ത് ചെയ്യാം, വോട്ടർ പട്ടികയിൽ പേര് വെക്കാം. ഓക്കെ, ലോകത്തിൽ
കുട്ടികൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്വവും തെരഞ്ഞെടുപ്പ് രീതിയും കൃത്യമായി അനുഭവിച്ചറിയാൻ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. EVM ആപ്പിൽ ആയതിനാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ അടുത്ത ദിവസത്തെ അസംബ്ലിയിൽ നടക്കും. എട്ട് പോസ്റ്റിലേക്കാണ് ഇലക്ഷൻ നടന്നത്. ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, അസിസ്റ്റന്റ് ഹെഡ് ബോയ്, അസിസ്റ്റന്റ് ഹെഡ് ഗേൾ, ഫൈനാൻസ് ബോയ്, ഫൈനാൻസ് ഗേൾ, സ്പോർട്സ് ബോയ് ആൻഡ് സ്പോർട്സ് ഗേൾ. ഈ പോസ്റ്റിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയികളായിരിക്കുന്നത് ഇനി പറയുന്നു. ഹെഡ് ബോയ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 10B ക്ലാസ്സിലെ മുഹമ്മദ് റൈഹാൻ AR. 344 വോട്ടാണ് മുഹമ്മദ് റൈഹാൻ. ഹെഡ് ഗേൾ ആയി 10A ഹഫ്സ 403 വോട്ടുമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹഫ്സ. അസിസ്റ്റന്റ് ഹെഡ് ബോയ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 9B ക്ലാസ്സിലെ ഷാഹിദ് ബിലാൽ. 367 വോട്ട് നേടിക്കൊണ്ട് 9B ഷാഹിദ് ബിലാൽ അസിസ്റ്റന്റ് ഹെഡ് ബോയ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അസിസ്റ്റന്റ് ഹെഡ് ഗേൾ ആയി 9B ക്ലാസ്സിലെ സൈനമ ബീഗം 364 വോട്ട് നേടി വിജയിച്ചിരിക്കുന്നു. സൈനമ ബീഗം. ഫൈൻ ആർട്സ് ബോയ് ആയി 9B ക്ലാസ്സിലെ മിസ്ഹബ് S 319 വോട്ട് നേടി വിജയിച്ചിരിക്കുന്നു. 9B ക്ലാസ്സിലെ മിസ്ഹബ് S. ഫൈനാൻസ് ഗേൾ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 9A ക്ലാസ്സിലെ അസ്ര 351 വോട്ട് നേടി വിജയിച്ചിരിക്കുന്നു. അസ്ന. സ്പോർട്സ് ബോയ് ആയി 9B ക്ലാസ്സിലെ അൽ ഹാലിം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 353 വോട്ട് നേടി അൽ ഹാലിം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സ്പോർട്സ് ഗേളായി 9B ക്ലാസ്സിലെ ഫർഹാന ഷെറീഫ് 438 വോട്ട് നേടി വിജയിച്ചിരിക്കുന്നു.